ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, സമയക്കുറവുകൊണ്ടാണ്. ഒട്ടും സമയമില്ല ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാനായിട്ട് കേട്ടോ. രാവിലെ ഒരു തിരക്കാണ് പോവാൻ നേരത്ത്. അപ്പൊ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. പിന്നെന്താ, പിന്നെ ചിലപ്പോ ഒക്കെ ഒരു ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. നാളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കൂടുതൽ ടൈമൊന്നും കിടന്നുറങ്ങാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഞായറാഴ്ചയായിട്ട് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചിക്കനൊക്കെ മിഞ്ഞാന്ന് തന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇന്നലെയും ഇന്നും ഒക്കെ പെരുന്നാളിന്റെ തിരക്കാവുമല്ലോ കടയിൽ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിനിയാന്ന് തന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. അപ്പൊ ഇന്ന് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ മോള് പെരുന്നാളിന്റെ ലീവിന് മിനിയാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരല്ലേ, അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു ബിരിയാണി വെക്കാട്ടോ. പിന്നെന്താ, നാളെ പെരുന്നാളാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പെരുന്നാളിന് എവിടെയെങ്കിലും പുറത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം. പിന്നെന്താ, അപ്പോൾ ഇന്ന് ചായക്കടിയുടെ പരിപാടിയൊന്നും ഇല്ല. ഇന്നലെ വരുമ്പോഴേ ഞാനിതാ തേങ്ങ ബണ്ണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് ചായക്കടിയായിട്ട് എടുക്കാന്ന് വിചാരിച്ച്. കാരണം എല്ലാം കൂടിയിട്ടൊന്നേ നടക്കൂല. പിന്നെ പഴമൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളും. അപ്പൊ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കട്ടെ കേട്ടോ. ഇന്ന് വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയം കിട്ടണില്ലടാ. പിന്നെന്താ, നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. എന്തെങ്കിലും കൂടിയിട്ട് തീരെ വീഡിയോ ഇടാതിരിക്കുമ്പോഴും നമുക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്. നോക്കാം. കിച്ചണിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ബർഗത്തിന്റെ അരിയൊക്കെ കഴുകി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാലേ ചിക്കൻ ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പൊ കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഞായറാഴ്ച ആകുമ്പോ നമുക്ക് കൂടുതൽ സമയം ഒന്ന് കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. എന്റെ കാര്യമായിട്ട് ഞാൻ പറയണത്. എന്നും ജോലിക്ക് പോണവർക്ക് ഞായറാഴ്ച എന്നുള്ളൊരു ദിവസം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോ നമുക്ക് അന്ന് നേരം വൈകി എണിക്കലും പിന്നെന്താ എല്ലാം പതുക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന് സുഖമുണ്ട്. അപ്പോ ഇന്നത്തെ ഞായറാഴ്ച എങ്ങനെയും പോയി. ഇനി പിന്നെ നാളെ മുതൽ പിന്നെ നാളെ ഇനി പെരുന്നാളായതിനെ കൊണ്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ എന്നത്തെയും പോലെ ഇങ്ങനെ ഡെയിലി പോയിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ നെയ്ച്ചോറ് ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് പിന്നെ ബിരിയാണി ദമ്മിട്ട് സെറ്റാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഈ സവാളൊക്കെ വേഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കേട്ടോ. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഒരു മൂടില്ല കേട്ടാ ഡ്യൂട്ടിക്ക് പോവാനായിട്ട്. നല്ല മടി തോന്നുന്നുണ്ട് എനിക്ക്. ചോറായി, ഇനി മസാല പരിപാടിയാണ് കേട്ടോ. മസാലയും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റ്. പെരുന്നാളിന് മിക്കവാറും മന്തിയാവും. ഇവിടെ മക്കൾക്ക് മന്തിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, കുറേ സവോള ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ മിക്കവാറും മന്തി തന്നെ ആവാനാ ചാൻസ്.
നല്ല വിശക്കുണ്ട് കേട്ടോ. ഒരു പഴം കഴിക്കട്ടെ. മസാല ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തടുപ്പിൽ ചായയും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ബിരിയാണി ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. പിന്നെന്താ, അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവോള വറുത്തതും പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 8:30 സമയമായിട്ടുണ്ട്. ഇനി പുറത്തെ മുറ്റൊന്ന് അടിച്ചു തരാനുണ്ട്. അതിവിടെ കഴിഞ്ഞാൽ വേഗം ചായ കുടിക്കുക, നമുക്കുള്ള പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വെക്കുക. ഓക്കെ, ഇതിൽ തേങ്ങ ഉണ്ടോ മാങ്ങ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടാ. അതോ ഇനി സാധാ മണ്ണാണോ എന്നറിയില്ല. ഇതിന് എന്താ പേര്, കോക്കനട്ട് മണ്ണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തേങ്ങ ഉണ്ടാവും എന്ന് വിചാരിക്കണേ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടാ. ഉണ്ടടാ, ക്രീം ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, തേങ്ങ പന്ന തന്നെയാണ് കേട്ടാ. കഴിച്ചോട്ടെ. ഇന്ന് കിച്ചണിൽ ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കട്ടാ. നമ്മുടെ തേങ്ങ പന്ന ഉണ്ടോ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുന്നൊക്കെ ഇതിലൊരു റെഡ് കളർ അല്ലായിരുന്നോ, ഇത് ഗ്രീൻ കളറാണ് കേട്ടോ. ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചോറിൽ കഴിഞ്ഞപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ ബിരിയാണി ദമ്മിട്ടിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളത് പാത്രത്തിലാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി, മന്തി, നെയ്ച്ചോറ്, കോഴിക്കറി അതൊക്കെ നമ്മുടെ മാസ്റ്റർ പീസായ കാരണം കൊണ്ട് ഉറപ്പിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നെ പൊക്കി പറഞ്ഞതൊന്നല്ല, പിള്ളേർ പറഞ്ഞതാണ് കേട്ടോ. അവരെന്നെ ചുമ്മാ പൊക്കി പറയുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തന്നെ പൊക്കി പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ. ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴേ തൈര് വാങ്ങിക്കാൻ മറന്നു കേട്ടോ. പിന്നെ സുർക്ക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കച്ചമ്പർ ഉണ്ടാക്കാൻ നോ രക്ഷ. പിന്നെ അച്ചു ആണെങ്കിൽ കടയിലൊന്നും പോവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പണിയാട്ടി, ചോറ് പാത്രത്തിലാക്കിയിട്ട് ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിലിട്ടു കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, അതൊക്കെ കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 9:15 ആയിട്ടുണ്ട് കേട്ടോ. 9:15 ഒരു പണിയില്ല. പിന്നെ ഒരു തിരക്കാണ്, നല്ല സ്പീഡിൽ പോകും കേട്ടോ. എന്നും വിചാരിക്കും മനസമാധാനത്തിൽ സ്വസ്ഥതയിലൊക്കെ ഒന്ന് മെല്ലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. ഈ രാവിലെ കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്നും തിരക്ക് പിടിച്ചിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഷോപ്പിലെത്തി. പിന്നെ കുറച്ച് സമാധാനമാണ്. പിന്നെ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ എത്തി എന്നൊന്ന് അറിയിക്കണമല്ലോ, അതിന് വേണ്ടി ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചു. നല്ല ലെഗ് പീസാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് ലെഗ് പീസ് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ മിക്കവാറും ഞാൻ തന്നെയാണ് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ലെഗ് പീസ് എടുക്കാറ് കേട്ടോ. ഇത് വൈകിട്ട് തിരിച്ച് വരുമ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നേ. അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നു. എന്നിട്ട് കുറച്ച് ബിരിയാണി കഴിച്ചിട്ടാ. അത് കഴിച്ചിട്ട് മേലേടലൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമുക്ക് വീട്ടിലിരിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കട്ടെ കേട്ടോ. ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി പിള്ളേർ ഫുഡ് കഴിക്കും, പിന്നെ കിടന്നുറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇന്ന് കാണിക്കാനില്ല.
പിന്നെന്താ, അപ്പോൾ നാളെ പെരുന്നാളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മള് 9:30 മുതൽ 5:30 വരെ അവിടെ ഡ്യൂട്ടിയിലല്ലേ, അപ്പൊ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ട് കാണിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഉണ്ടായ വിശേഷങ്ങൾ കേട്ടാ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നാളെ പെരുന്നാളായിട്ട് പുറത്തെവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടില്ല, ഇനി നാളെ നേരം എടുത്താലേ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പോവുകയാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം കേട്ടോ.